ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഈ ബാഗും തൂക്കി എങ്ങോട്ടാന്നല്ലേ നമ്മളെ നാട്ടിലേക്ക്. ഇപ്പോൾ അതിനുള്ള സീലും സൈനും കാര്യങ്ങളൊക്കെ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാട്ടിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. കോളേജിൽ നിന്ന് ഡീൻ്റെ സൈനും സീലും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇവിടുന്ന് വാർഡൻ്റെ സൈനൊക്കെ മേടിച്ചാലൊക്കെ നമുക്ക് പോകാൻ പറ്റും. മാത്രമല്ല വീട്ടിലേക്ക് വിളിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഇവിടെ നമ്മൾ താഴെ സെക്യൂരിറ്റിയുടെ അവിടെ ഒരു ബുക്ക് ഉണ്ടാവും. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ എത്ര മണിക്കാണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ എഴുതി ടൈമും കാര്യങ്ങളും എഴുതി സൈൻ ചെയ്യണം. അപ്പം ഇന്നും വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ട്രാഫിക് സിഗ്നൽസ് അറിയാമല്ലോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നടക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഇങ്ങനെയുള്ള സംഭവമൊക്കെ കാണുന്നത്. ട്രാഫിക് സിഗ്നൽസ് ഉണ്ട് എന്നറിയാം, പക്ഷേ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വലിയ ദൂരം ഇല്ലാത്തതുകൊണ്ട് തന്നെ നടന്നിട്ടാണ് പോയത്. പിന്നെ ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ UTS ആപ്പിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ. അപ്പം ഇതൊരു മഴ പെയ്ത് തോന്നുന്നതിൻ്റെ ആണ്. വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ട്രെയിൻ കണ്ടുപിടിക്കലാണ്. കൂടുതലും അത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാവാറ്, പക്ഷേ ചില ദിവസങ്ങളിൽ 4th പ്ലാറ്റ്ഫോമിലും ഉണ്ടാകും. അവിടെ എത്തിയാൽ മാത്രമേ ഇത് നമ്മുടെ ട്രെയിനാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റൂ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പണി. ചിലപ്പോൾ നമ്മുടെ ആപ്പിനകത്ത് സെക്കൻഡ് പ്ലാറ്റ്ഫോം എന്നായിരിക്കും, പക്ഷേ അവിടെ എത്തിയിട്ടാണ് അറിയുക 4th പ്ലാറ്റ്ഫോം ആയിരിക്കും എന്നുള്ളത്. അപ്പം ഇതാണ് ട്രെയിനെന്ന് തോന്നുന്നു. തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്സിനാണ് പോകുന്നത്. അപ്പം നമ്മളെ ട്രെയിനിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കയറി എങ്ങനെയായിരിക്കും എന്നറിയില്ല, സീറ്റ് കിട്ടുമെന്നറിയില്ല. കുറച്ച് നേരത്തെ വന്നത്, അതുകൊണ്ട് ചിലപ്പോൾ കിട്ടിയേക്കാം. കാഞ്ഞങ്ങാടിന് മുൻപ് 2-3 സ്റ്റോപ്പുകളേ ഉള്ളൂ. വേറെ ഇപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സീറ്റ് കിട്ടി, സൈഡ് സീറ്റ് കിട്ടിയില്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടുന്ന് ട്രെയിൻ എടുത്തിട്ടുള്ള കാഴ്ചയാണ് അത്. ഇത് നേത്രാവതി ക്യാബിനിൽ കുറച്ച് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഈ അവസ്ഥ. ഏറ്റവും വലിയ മടുപ്പ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ് നമ്മുടെ കാസർഗോഡാണിത്. ഇത്രയും ഭംഗി നമ്മുടെ കാസർഗോഡിനുണ്ട് എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എത്താനാകുമ്പോഴത്തേക്കും കുറച്ച് നേരത്തെ എഴുന്നേറ്റിരിക്കുന്നതായിരുന്നു നല്ല, കാരണം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഇറങ്ങേണ്ട ടൈമിൽ എഴുന്നേറ്റാൽ നമുക്കവിടെ ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല, കാരണം അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. കുറച്ച് ഓരോ സ്റ്റേഷനിൽ ആൾക്കാർ കയറിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഭംഗി നമ്മുടെ നാട്ടിന് കണ്ട് നിന്ന് പോകുക, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കാഞ്ഞങ്ങാട് സ്റ്റേഷനിലെത്തി. ഇതാണ് നമ്മുടെ കാഞ്ഞങ്ങാട്. ഇവിടെ നിന്നുള്ള വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല, കാരണം ട്രെയിൻ കുറച്ച് ലേറ്റായാണ് എത്തിയത്. അപ്പോൾ ഭാഗ്യത്തിന് ബസ് കിട്ടി. ബസ്സിൽ കയറിയപ്പോഴും അവിടെ ബ്ലോക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് സമയം ബസ് നിർത്തിയിട്ടു. അപ്പം അങ്ങനെ നമ്മളെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് ഞാൻ പഠിച്ച 12 വർഷം ഞാൻ പഠിച്ച സ്കൂളാണ്. സോ നമ്മളെ നാട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.